السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. ثوبان رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഫാറഖ റൂഹു ജസദഹു വഹുവ ബരീഉം മിൻ തലാത്ത്. ആരുടെയെങ്കിലും റൂഹ് അവൻ്റെ ശരീരത്തിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ 3 കാര്യങ്ങളിൽ നിന്നും ഒഴിവാണ് എങ്കിൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് എണ്ണിപ്പറയുകയാണ്. മിനൽ ഖിബർ, അഹങ്കാരത്തിൽ നിന്നും, വദ്ദൈനി, അതുപോലെ തന്നെ കടത്തിൽ നിന്നും, വൽ ഗുലൂലി, വഞ്ചനയിൽ നിന്നും. ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒഴിവാണ് എങ്കിൽ വജബത് ലഹു അൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ഔ ഖാല, അല്ലെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. 3 സ്വഭാവ ഗുണങ്ങളാണ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നു. ഒന്നാമത്തത് അത് കിബറാണ്. കിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ബഖറുൽ ഹഖി വഗംതുൻ നാസ്, അത് സത്യത്തെ നിരാകരിക്കലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ചെറുതായി കാണുക എന്നുള്ളതുമാണ് കിബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇതാണ് ഹക്ക് എന്ന് ബോധ്യപ്പെട്ടു, എന്നിട്ടും അയാൾ ആ ഹക്കിലേക്ക് വരുന്നില്ല എങ്കിൽ അതിനാണ് കിബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വഗംതുൻ നാസ്, ജനങ്ങളെ മുഴുവൻ എന്ത് ചെയ്യുക, തന്നെക്കാൾ താഴെയാണ് അല്ലെങ്കിൽ അവരെയൊക്കെ കൊച്ചായി കാണുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അതും കിബറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവന് നരകമാണ് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദ്ദൈൻ, കടമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതല്ല, മറിച്ച് അയാൾക്കത് ഖളാ വീട്ടാൻ, അയാൾക്കത് കൊടുത്തു വീട്ടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടായിട്ടും അയാൾ എന്ത് ചെയ്തില്ല, അത് കൊടുത്തു വീട്ടുന്നില്ല. ആ രൂപത്തിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്താണ്, നരകത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. എന്നാൽ അയാൾ അത് കൊടുത്തു വീട്ടിക്കൊണ്ടാണ്, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ കൊടുത്തു വീട്ടിക്കൊണ്ടാണ് പോകുന്നത് എങ്കിൽ, അതുപോലെ തന്നെ തനിക്ക് ചില കടങ്ങളൊക്കെ ബാക്കിയുണ്ട് പക്ഷെ അത് കൊടുത്തു വീട്ടാൻ സാധിക്കാതെയാണ് അയാൾ പോകുന്നത് എങ്കിലും അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വൽ ഗുലൂൽ, വഞ്ചിച്ച് കളയുക എന്നാണ്. അതായത് പിന്നെ കട്ടെടുത്ത മുതൽ, അതുപോലെ തന്നെ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയത്, ഈ രൂപത്തിൽ ഒരാൾ സമ്പാദിച്ചുകൊണ്ടും അത് അനുഭവിച്ചുകൊണ്ടൊക്കെയാണ് ഈ ദുനിയാവിൽ നിന്ന് ഒരാൾ വിട പറഞ്ഞു പോയത് എങ്കിൽ അയാളും എന്താണ്, നരകത്തിൻ്റെ അവകാശിയാണ്. നേരെമറിച്ച് ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒരാൾ ഒഴിവായിക്കൊണ്ടാണ്, അയാൾ മുവഹിദായിക്കൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നല്ല ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് ആർക്കെങ്കിലും വല്ല ഹക്കടപാടുകൾ, അതുപോലെ തന്നെ ആരെങ്കിലും വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും ഒക്കെ നമ്മൾ നേടിയത് അതൊക്കെ തിരിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.